പുണ്യങ്ങളുടെ പൂക്കാലമായ ഷഹ്ർ റമദാൻ സമാഗതമായിരിക്കുന്നു. വിശ്വാസികൾക്ക് ഇനിയുള്ള ദിനരാത്രങ്ങൾ ഏറെ പ്രിയപ്പെട്ടതാണ്, ഏറെ പ്രധാനപ്പെട്ടതാണ്. നമുക്കൊപ്പം കോഴിക്കോട് ഖാദി ജമാലുലി തങ്ങൾ ചേരുന്നുണ്ട്. തങ്ങളെ, ഇനിയുള്ള ഓരോ നിമിഷവും വിശ്വാസികൾക്ക് ഏറെ പ്രധാനപ്പെട്ടതാണ്. എന്തൊക്കെയാണ് വിശ്വാസികൾക്ക് നൽകാനുള്ള സന്ദേശം? വർഷത്തിലൊരിക്കലാണ് ഈ ഒരു പുണ്യമാസം നമുക്ക് കടന്നു വരുന്നത്. 11 മാസവും നമ്മുടെ ജീവിതത്തിൽ പുണ്യങ്ങൾ ചെയ്യാറുണ്ടെങ്കിലും ഈ ഒരു മാസം എന്നുള്ളത് പുണ്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ട മാസം എന്ന് മാത്രമല്ല, ഒരു പുണ്യം ചെയ്താൽ തന്നെ പ്രതിഫലം അതിന് ധാരാളം കിട്ടുന്നൊരു മാസം കൂടിയാണ്. നിർബന്ധമായ ഒരു കർമ്മം നിർവഹിച്ചാൽ 70ഓളം ഫർദ് 40ഓളം ഫർദൊക്കെ നിർവഹിച്ച കൂലി കിട്ടുന്നു എന്നാണ്. അതുപോലെ തന്നെ പുണ്യം നിർവഹിച്ചാൽ നിർബന്ധമായ ഒരു പുണ്യം നിർവഹിച്ചതിൻ്റെ പ്രതിഫലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുണ്യങ്ങൾ വർദ്ധിപ്പിക്കാൻ, പുണ്യങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നത്തെ സാഹചര്യത്തിൽ, നമ്മുടെ നാട്ടിൻ്റെ സാഹചര്യത്തിൽ സഹോദര്യ ബന്ധങ്ങളൊക്കെ ഊട്ടിയുറപ്പിക്കുക, പ്രയാസപ്പെട്ടവൻ്റെ പ്രയാസങ്ങൾക്ക് പരിഹാരം കാണുക, വിശപ്പുള്ളവരുടെ വിശപ്പ് മനസ്സിലാക്കാൻ സാധിക്കുക. പ്രത്യേകിച്ച് നമുക്കറിയാം, ഗസയിലെ കുരുന്നുകളൊക്കെ തന്നെ വിശപ്പ് കൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വാർത്തകളാണ് ദിനോളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ വിശപ്പിൻ്റെ കാഠിന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ വിശപ്പിൻ്റെ വില എത്രയുണ്ട് നമുക്കറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ നോമ്പ് തുറകളും അതൊക്കെ തന്നെ ഈ ധൂർത്തുകളൊക്കെ ഒഴിവാക്കുക, മിതമായ രീതിയിൽ ഭക്ഷണ കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക. അതിൽ നമ്മുടെ ഈ സൗഹൃദ അന്തരീക്ഷം കൂടുതൽ സുരക്ഷിതമാക്കുക. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇന്നിപ്പം പുതിയ നിയമങ്ങളൊക്കെ വന്നെന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷെ അതൊക്കെ തന്നെ ഒരു അന്യോന്യം ഐക്യം തകർക്കുന്നതിലോ അല്ല സഹോദര ബന്ധങ്ങൾ തകർക്കുന്നതിലോ ആവാതെ അതൊക്കെ തന്നെ പഠിച്ചുകൊണ്ട് അതിന് കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കി കഴിയും. അതോടൊപ്പം നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു പ്രയാസമുണ്ടാകുന്ന വാക്ക് പ്രവർത്തികളൊന്നും തന്നെ പ്രത്യേകിച്ച് പുണ്യമാസത്തിലുണ്ടാകാൻ പാടില്ല എന്ന് നാവിനെ സൂക്ഷിക്കുക. ഇതൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സൂക്ഷ്മത. മറ്റുള്ളവരും പ്രയാസം ഉണ്ടാകുന്ന ഒരു വാക്ക് പോലും നമ്മുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല. മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാകുന്ന പ്രവർത്തനം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രത്യേകിച്ച് ഇലക്ഷനൊക്കെ വരുമ്പോൾ, പല ഫൈറ്റുകളൊക്കെ നടക്കുമ്പോൾ അനാവശ്യ വാക്കുകൾ, പ്രവർത്തനങ്ങൾ, ഇതിൽ നിന്നൊക്കെ വിശ്വാസികൾ പിന്മാറുകയും ആവശ്യത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ് ഈ വിഷയത്തിൽ. അതുപോലെ ഓരോ ദിവസങ്ങളിലും ഇപ്പോൾ ആദ്യത്തെ 10, രണ്ടാമത്തെ 10, മൂന്നാമത്തെ 10 ഇങ്ങനെ അത് ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോ 10ലും പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനകളും ഉണ്ടല്ലോ. ആദ്യത്തെ 10 എന്ന് പറയുന്നത് കാരുണ്യത്തിൻ്റെ 10ആണ്. അതിൽ കാരുണ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥന അർപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ 10 എന്ന് പറയുമ്പോൾ പാപമോചനത്തിൻ്റെ 10ആണ്. അതിനുവേണ്ടി പ്രാർത്ഥന, മഗ്ഫിറത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അവസാനം 10 എന്നുള്ളത് നരകമോചനത്തിനുള്ള പ്രാർത്ഥനയാണ്. അതിൽ അവസാനം നരകമോചനത്തിലുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കാറുണ്ട്. അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ എന്ന് പ്രാർത്ഥിക്കും ആദ്യത്തെ 10. രണ്ടാമത്തെ 10 അല്ലാഹുമ്മ ഫല്ലി ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്ന് പ്രാർത്ഥിക്കും. അവസാനത്തെ അല്ലാഹുമ്മ അത്ഖിനി മിനന്നാ വദ്ഖിലിൽ ജന്നത്തി യാ റബ്ബൽ ആലമീൻ. കൂടാതെ അവസാനത്തെ 10 അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് ധാരാളം വർദ്ധിപ്പിച്ച് പറയേണ്ട ഒരു കൂടിയാണ്. ആണ് ഈ 3 10 ഡിവൈഡ് ചെയ്തുകൊണ്ട് പറയാറുള്ളത്. അങ്ങനെയാണ്. എന്തായാലും കനത്ത ചൂടിലാണ് ഇത്തവണ റമദാൻ എത്തുന്നത്. അത്തരം ഒരു പ്രത്യേകത കൂടിയുണ്ട്. എന്തായാലും എല്ലാ വിശ്വാസികൾക്കും ഇതുമായി മുന്നോട്ട് പോകാൻ കഴിയും, ദൃഢമായിട്ടുള്ള വിശ്വാസമായിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന കൂടിയാണ് മുഹമ്മദ് കോയ തങ്ങൾ ജമാലുലി മുന്നോട്ട് വയ്ക്കുന്നത്. കോഴിക്കോട് നിന്ന് പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം സമീർ സി മുഹമ്മദ്, 24.